ഓക്കെ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിവൺ എൽസ്? മനസ്സാറൊന്ന് പറയാമോ? സാർ കേൾക്കുന്നില്ലല്ലോ. ബി ഇംപെക്കബിൾ വിത്ത് യുവർ വേർഡ്സ് എന്നാണ് പറഞ്ഞത്. യെസ്. ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണലി എന്ന് പറഞ്ഞു. പിന്നെ ഡോണ്ട് മേക്ക് അസംഷൻസ് എന്ന് പറഞ്ഞു. യെസ് യെസ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അസംഷൻസിനെ കുറിച്ച്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച അസംഷനെ കുറിച്ച് പറഞ്ഞത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ എല്ലാ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, പക്ഷെ അൾട്ടിമേറ്റ്ലി ആക്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട്, ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ സിനിമ ആരെങ്കിലും കാണുന്നുണ്ടോ? ഫോറസ്റ്റ് ഗംപ്? എനിവൺ എൽസ്? ആരെങ്കിലും യെസ് ഓ നോ എന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യാട്ടോ. എല്ലാവരും ഉറങ്ങിപ്പോയോ മെഡിറ്റേഷൻ കഴിഞ്ഞ്? ഫോറസ്റ്റ് ഗംപ് മൂവി കണ്ട എത്ര പേരുണ്ട്? കേട്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ല? ഇല്ലെന്നല്ല പറഞ്ഞത്? നോ മീ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇല്ല സാർ. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ വേറെ ഏതൊരു മൂവി കണ്ടില്ലെങ്കിലും ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ മൂവി കാണണം. ഇതിന്റെ ഒരു ഏറ്റവും 2-3 പ്രത്യേകതയുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മൂവി നിർമ്മിച്ചിരിക്കുന്നത് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറിയാണ്. അപ്പൊ ഇതൊരു എന്താ പറയാ, ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞ കഥയല്ല, റിയൽ സ്റ്റോറിയാണ്. 2, അതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയുന്നത് വലിയ ഒരു ഇതാണ്. ഞാൻ ഇന്ന് അതിലെ കുറച്ച് സീൻസ് കാണിച്ചു തരാം. ഇതിന്റെ ഒരു കഥ, ഒരു പ്ലോട്ട് ഞാൻ പറയാം. ഈ ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ വ്യക്തി വലിയ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. വലിയെന്നല്ല, ഒരു കഴിവില്ലാത്ത വ്യക്തി. നിങ്ങൾ അദ്ദേഹം ആ പടം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ പയ്യന്റെ കാലില് ഈ കാലൊക്കെ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട്, നിങ്ങൾ കണ്ടല്ലേ കാലില് കമ്പിയൊക്കെ ഇടുന്നുണ്ടല്ലേ പുറത്തുനിന്ന്. ഈ കാലൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കുട്ടികളെ കാല് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമ്പിയൊക്കെ ഇട്ടിട്ട് നടക്കുന്ന പിള്ളേരെ കണ്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരു പയ്യൻ, നടക്കാൻ തന്നെ വിഷമിച്ച് നടക്കുന്ന ഒരു പയ്യൻ, അവൻ ഇങ്ങനെ എല്ലാവരാലും കളിയാക്കി, എല്ലാവരും അവനെ മോശപ്പെടുത്തി, ഒരു ഒരു എന്താ പറയാ, എല്ലാവരും ടീസ് ചെയ്യുന്ന ഒരു കുട്ടി. അവൻ ഒരു ദിവസം അവന്റെ ഫസ്റ്റ് ഇത് വരുന്നതിന് വെച്ചാൽ, ഇവൻ ഒരു എന്താ പറയാ, ഇങ്ങനെ പോണ സമയത്ത് ഇവനെ കുറെ പേര് ആക്രമിക്കാൻ അവൻ എന്തായാലും ആക്രമിക്കും. വലിയ സാമൂഹ്യ ദ്രോഹികൾ അവന്റെ അടുത്ത് വന്നു. ഇവനൊന്നും ചെയ്തിട്ടൊന്നുമല്ല. അപ്പൊ ഇവന്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞടാ, നീ ഓടാന്ന് പറയും, റൺ എന്ന് പറയും. അപ്പൊ ഇവന്റെ കാലിൽ ഈ സാധനമൊക്കെ ഉണ്ട്. അവൻ അതുവരെ ഓടിയിട്ടില്ല, പക്ഷെ അവൻ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഓടാൻ വേണ്ടിയിട്ട്. കാര്യം വില്ലന്മാര് രക്ഷിക്കാൻ വരുമ്പോൾ ഇപ്പൊ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓടുന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓടുമ്പോൾ അവര് കാറിലൊക്കെ ഓടിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ഇവന്റെ ഈ കമ്പി പുറത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒടിഞ്ഞ് നുറുങ്ങി തെറിച്ചു പോകുന്ന കാണാം. പിന്നെ കുറെ കഴിയുമ്പോൾ അവൻ പതുക്കെ പതുക്കെ ഓടാൻ തുടങ്ങും. അന്ന് മുതൽ അവൻ ഓടുന്നത് ഒരു ശീലമാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ലൈഫ് മൊത്തം നോക്കി കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത, അധികം കഴിവില്ലാത്ത, പക്ഷെ ഒറ്റ ക്വാളിറ്റി ഉള്ളൂ. എന്ത് ചെയ്താലും അത് ആള് 100% ചെയ്യും. അതിന്റെ റിസൾട്ട് എന്താവണമെന്നോ, അതിന് അവന് കഴിവുണ്ടെന്നോ ഒന്നും അല്ല. അവൻ അമേരിക്കൻ ഫുട്ബോൾ എന്ന് പറഞ്ഞ സംഭവം, അല്ല അമേരിക്കൻ ക്രിക്കറ്റ് എന്നൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ കയ്യിൽ ബോൾ വെച്ചിട്ടുള്ള സാധനം, അതൊക്കെ അതിനകത്തൊക്കെ അവൻ്റെ കിട്ടുന്നത് അവൻ ഈ ഓട്ടംകാരനാണ്. അവന്റെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവൻ ഓടാനുള്ള കഴിവ്. കാലിന് സ്വാധീനമില്ലാതിരുന്ന കുട്ടി ആണെന്ന് ഓർക്കണം. ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവൻ അവസാനം പട്ടാളക്കാരനായി വിയറ്റ്നാം യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ കൂടെ ബാബ എന്ന് പറഞ്ഞൊരു നീഗ്രോനുണ്ട്. ഇവർ രണ്ടുപേരും പട്ടാളക്കാരനാണ്. അപ്പൊ ഈ ബാബയുടെ ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവന് സൈന്യത്തിലെ ക്യാപ്റ്റൻ ആവാനല്ല, അവന്റെ വീട്ടുകാർ മൊത്തം ഈ ഷ്രിമ്പ് ഇല്ലേ, ഷ്രിമ്പ്, അതിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാ. ഈ ഷ്രിമ്പ് ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അപ്പൊ ഇവന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരു ബോട്ട് വാങ്ങണം. ആ ബോട്ട് വാങ്ങി അതിനകത്ത് ഷ്രിമ്പിന്റെ ഈ ഷ്രിമ്പിനെ പിടിച്ചിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചെമ്മീന്റെ ഒക്കെ ഒരു വലിയ ടൈപ്പ് പിടിച്ച് അതിനകത്ത് ഒരു വലിയ ബിസിനസ് ഉണ്ടാക്കണം എന്നാണ്. അപ്പൊ ബാബർ ഇടയ്ക്കിടയ്ക്ക് ഇവനോട് പറയാടാ നമുക്ക് ഇതൊക്കെ ചെയ്യാം എന്നൊക്കെ പറയും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ യുദ്ധസമയത്ത്, വിയറ്റ്നാം യുദ്ധത്തിൽ വെച്ചിട്ട് പല ആളുകളും കൊല്ലപ്പെടുന്നുണ്ട്. അവരൊക്കെ കുറെ മരണത്തോട് മല്ലെടുക്കുന്ന ആൾക്കാരൊക്കെ ഈ ഫോറസ്റ്റ് ഗംപ് രക്ഷിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ എടുത്ത് ഓടി കാട്ടിലൊക്കെ കൊണ്ടുവന്ന് തീരത്ത് കൊണ്ടെടുത്ത് അമേരിക്കൻ ഫ്ലൈറ്റ്സിൽ കയറ്റി രക്ഷപ്പെടുത്തുന്നുണ്ട്. ഫോറസ്റ്റ് ഗമ്പിന് എടുക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ ഓരോ പ്രാവശ്യം ഓടുന്നതും ഫോറസ്റ്റ് ഗംപ് എവിടെയോ വീണിട്ടുണ്ട്, സോറി ബാബർ എവിടെയോ വീണിട്ടുണ്ട്, അവനെ രക്ഷിക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഗംപ് പോകുന്നു. അങ്ങനെ ഓരോ ലാസ്റ്റ് പോകുമ്പോൾ കുറെ പേരെ രക്ഷിക്കും. ഒരാളെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്
അവൻ വെടികൊണ്ട് അവൻ മരിക്കുകയാണ്. ഇവൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ അമേരിക്കൻ പട്ടാളത്തിലെ ജോലി ഉപേക്ഷിച്ചിട്ട് ഇവൻ തീരുമാനിക്കുകയാണ് ഈ ഷ്രിമ്പ് ബിസിനസ് തുടങ്ങും. ഷ്രിമ്പ് എന്ന് പറഞ്ഞ സാധനം ഇവൻ കണ്ടിട്ട് പോലുമില്ല, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടാവും, പക്ഷെ ഇത് എന്താ ബിസിനസ് എന്ന് പറഞ്ഞൂടാ. ഇവൻ പട്ടാളത്തിൽ നിന്ന് വിരമിച്ചപ്പോ കിട്ടിയ കുറച്ച് പൈസയും കൊണ്ട് ഈ ബാബറിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവരോട് പറയും, ഓക്കെ ഞാൻ വന്നത് ഒരു ഷിപ്പൊക്കെ വാങ്ങി ഈ ഷ്രിമ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്താ. അവരിവനെ കളിയാക്കുക, എടാ നിനക്ക് എന്തറിയാം, ഈ കപ്പൽ പോയിട്ട് തോണിയിൽ പോലും കയറാത്തവനാണ് വന്നിട്ട് പറയുന്നത് ഈ ഇത് പിടിക്കാൻ പോകുന്നു ബിസിനസ് ചെയ്യുന്നൊക്കെ. എല്ലാവരും കളിയാക്കുകയും അവന്. പക്ഷെ ബാബർ എന്താ വെച്ചാൽ കുറെ പൈസ, സോറി ഫോറസ്റ്റ് കമ്പ് കുറെ പൈസ അവർക്ക് കൊടുക്കും. എന്നിട്ട് പറയും ബാബർ എന്റെ പാർട്ട്ണറാണ്. കാര്യം ബാബറും ഞാനും കൂടി ഒരുമിച്ച് തുടങ്ങാൻ വേണ്ടി വെച്ച ബിസിനസ് ആണ്, ഇതിന് കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് വരും. എന്നിട്ട് അവന്റെ സമ്പാദ്യം മൊത്തം, അതുവരെ ഉണ്ടായിരുന്ന സമ്പാദ്യം മൊത്തം ചെലവാക്കി ഒരു ഫിഷിംഗ് ബോട്ട് വാങ്ങാം. ഫിഷിംഗ് അറിയാത്ത ഫോറസ്റ്റ് കമ്പ്, ഫിഷിംഗ് അറിയാതെ മാത്രമല്ല ബോട്ട് ഓടിക്കാൻ തന്നെ പഠിച്ചിട്ട് വേണം. ഇവൻ ഷിപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഇനിയുള്ള സീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, ഇതിൽ ഷെയർ സംഭവം. സോ ഈ സീൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് വേറൊരാൾ കൂടി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യനുണ്ട്. ഈ കാലില്ലാത്ത മനുഷ്യൻ നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ, ഞാൻ അതുകൊണ്ട് ഒരുപാട് കഥ പറയുന്നില്ല, ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻ ആയിട്ട് ഒരാള് കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടതിന്റെ ഒരു ബാക്ക് സ്റ്റോറി കൂടി ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഫാമിലിയുള്ള എല്ലാ ആൾക്കാരും യുദ്ധത്തിൽ മരിച്ചുപോയ ആൾക്കാരാണ്. അപ്പം ഫോറസ്റ്റ് ഗമ്പിന്റെ കൂടെ ഉള്ളത്, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ആളാണോ ഫോറസ്റ്റ് ഗമ്പായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്ക് ഉള്ള ഒരു ഡ്രീം എന്താണെന്ന് വെച്ചാൽ യുദ്ധത്തിൽ മരിക്കണം എന്നാണ്. അപ്പൊ ഫോറസ്റ്റ് ഗമ്പ് വിയറ്റ്നാം യുദ്ധത്തിൽ ബാബറെ രക്ഷിക്കാൻ വേണ്ടി ഓരോ പ്രാവശ്യം ഓടുമ്പോഴും ഓരോരുത്തർ വെടിവീണെടുക്കുന്നുണ്ട്, ഓരോരുത്തരെ രക്ഷിക്കും. അങ്ങനെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾ സിനിമയിൽ ഇപ്പൊ കാണാൻ പോകുന്ന അദ്ദേഹത്തെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറയാം, എന്നെ രക്ഷിക്കരുത്, എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം, അതാണ് പുള്ളിയുടെ ഡ്രീം. അങ്ങനെ പക്ഷെ ഫോറസ്റ്റ് ഗമ്പ് ഇതൊന്നും കേൾക്കൂല, അദ്ദേഹത്തെ എടുത്ത് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തും. അങ്ങനെ യുദ്ധത്തിൽ ഇദ്ദേഹത്തിന് 2 കാലിലാണ് വെടിയേറ്റത്. അതുകൊണ്ട് 2 കാലുകൾ നഷ്ടപ്പെടും. അപ്പൊ അദ്ദേഹം പിന്നീട് ഇവന്റെ ഒരു ലെറ്റർ കണ്ടിട്ട് ഇവന്റെ കൂടെ ക്യാപ്റ്റൻ ആവാൻ വരുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇവരുടെ ഫിഷിംഗ് സീൻ ഒന്ന് കാണുന്നേ. ഒരു ഫിഷ് ചെയ്യാണ്, ഒന്നുമില്ല, നോ ഷ്രിംപ്. Where the hell's this god of yours? It's funny Lieutenant Dan said that, because right then, God showed up. Now me, I was scared, but Lieutenant Dan, he was mad. You call this a storm? Oh, you son of a... Oh! It's time for a showdown! You and me! I'm right here! Come and get me! You'll never sink this boat! Hurricane Carmen came through here yesterday, destroying nearly everything in its path. And as in other towns up and down the coast, Biola Battery's entire shrimping industry has fallen victim to Carmen and has been left in utter ruin. Speaking with local officials, this reporter has learned, in fact, only one shrimping boat actually survived the storm. ബാബറിന്റെ Louise, ഫാമിലി. that's Forrest. After that, shrimping was easy. And since people still needed them shrimps for shrimp cocktails and barbecues and all, we were the only boat left standing. Bubba Gump Shrimp's what they got. We got a whole bunch of boats, 12 Jennies, big old warehouse. We even have hats that say Bubba Gump on them. Bubba Gump Shrimp. It's a household name. Hold on there, boy. Are you telling me you're the owner of the Bubba Gump Shrimp Corporation? Yes, sir. We got more money than David Crockett. Boy, I heard some whoppers in my time, but that tops them all. We
was sitting next to a millionaire. Well, I thought it was a very lovely story. And you tell it so well, with such enthusiasm. Would you like to see what Lieutenant Dan looks like? Well, yes, I would. That's him right there. And let me tell you something about Lieutenant Dan. Forrest. I never thanked you for saving my life. സോ നിങ്ങൾ ഈ ഒരു സീൻ കണ്ടു. ഇതിനകത്ത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹത്തിന് ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ഒരു എന്താ പറയാ, അല്ലെങ്കിൽ ഒരു ഫിഷിംഗ് ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധവുമില്ല. അന്ന് ആ രാത്രിയിൽ വലിയ സ്റ്റോം ഉണ്ടായ സമയത്ത് ആക്ച്വലി ഫോറസ്റ്റ് ഗംപ് പേടിച്ചെങ്കിലും മറ്റേ ക്യാപ്റ്റൻ അദ്ദേഹം ജീവിതത്തിൽ മരിക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പൊ അദ്ദേഹം അതിന്റെ മോഡിൽ ഇരുന്നിട്ട് എന്താ പറഞ്ഞ, നീയും ഞാനും തമ്മിലുള്ള ഫൈറ്റ് ആണ്, ഈ ബോട്ട് നിനക്ക് മുക്കാൻ പറ്റില്ല എന്ന് കണ്ടിന്യൂസ്ലി വി ക്യാൻ സേ ദിസ് ആൻ അഫർമേഷൻ. അത് മാത്രമല്ല അതിനെ ആർത്തുലസിച്ച് ആ പ്രോബ്ലത്തെ ഫേസ് ചെയ്തു. എന്ത് സംഭവിച്ചു, അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ബോട്ടുകളും തകർന്നു പോയി. ഇവരുടെ ബോട്ട് മാത്രമാണ് സേവ് ആയത്. പിന്നെ ഷ്രിമ്പിങ് ഈസി ആയിരുന്നു. അവര് ഷ്രിമ്പിങ് കോർപ്പറേഷൻ, മറ്റേ ആള് കളിയാക്കിയിട്ട് പോകണുണ്ടല്ലേ, നീ യു വാണ്ട് ടു സേ ദാറ്റ് യു ആർ എ മില്യണയർ, നമ്മൾ ഒരു മില്യണയറുടെ അടുത്താണ് ഈ ഇരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് നമ്മൾ ഈ ഫോർത്ത് എഗ്രിമെന്റിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, വാട്ട് എവർ യു വാണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ്, ഡു ഇറ്റ് 100%. ഡു ഇറ്റ് വിത്ത് മോർ പാഷൻ, ഡു ഇറ്റ് വിത്ത് എന്താ പറയാ, ഡോണ്ട് ലുക്ക് ഫോർ ദ റിസൾട്ട്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും ചിലപ്പോൾ അപ്പൊ തന്നെ റിസൾട്ട്സ് ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇഫ് യു കണ്ടിന്യൂ ഡു ദാറ്റ് വിത്ത് ദ പാഷൻ ആൻഡ് ഓൾ, ദ റിസൾട്ട് വിൽ ഫോൾ. നമ്മുടെ ഒക്കെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇൻക്ലൂഡിങ് മീ ആൻഡ് യു, നമുക്ക് ഇമ്മീഡിയറ്റ് റിവാർഡ് വേണം. അപ്പൊ നിങ്ങളൊരു കാര്യത്തിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളത് ചെയ്തു തുടങ്ങുമ്പോഴേക്കും യു വാണ്ട് ദ റിസൾട്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് അതിന്റെ റിസൾട്ട് വേണം. അപ്പൊ നിങ്ങൾ ഒരു ട്രെയിനിങ് സെഷൻ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ട്രെയിനിങ്ങിൽ തന്നെ എല്ലാവരും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം, ഭയങ്കര സംഭവമാണെന്ന് ആഗ്രഹം. പക്ഷെ നടക്കൂല. നിങ്ങൾ അത് കണ്ടിന്യൂസ്ലി ചെയ്യുന്ന സമയത്താണ് യു ബിക്കം എ വെരി ഗുഡ് ട്രെയിനർ. നന്നായിട്ട് പാട്ട് പാടാൻ ആഗ്രഹിക്കുന്ന ഒരാള്, ഞാൻ മുമ്പ് ഏതൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏതൊരു കാര്യം നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ 10,000 hours ഒക്കെ ക്രോസ് ചെയ്ത് യു വിൽ ബി മാസ്റ്റർ ഓൺ ഇറ്റ്. നിങ്ങൾക്ക് അതിനകത്തൊരു മാസ്റ്റർ ആവാൻ പറ്റും. അതേ കാര്യം നമ്മൾ റിപ്പീറ്റഡ് ചെയ്യുന്നു. ഇപ്പം ഈ ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞ മൂവി കാണുന്ന സമയത്ത് ഇത് മാത്രമല്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഇതുപോലെ ഈ എന്താ പറയാ, ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ട്. അത് ഭയങ്കര രസമാണ് ആ സാധനം. ടേബിൾ ടെന്നീസ് വെച്ചാൽ പുള്ളി വെറുതെ ഇങ്ങനെ ബോൾ തട്ടി തുടങ്ങുന്നതാണ്. അപ്പൊ ചുമരിലേക്ക് തട്ടി പുള്ളി അത് കണ്ടിന്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ ബോൾ ഇങ്ങനെ ചുമരിൽ തട്ടി, വേറെ ആരും കളിക്കാനൊന്നുമില്ല. കാര്യം ഇവനെ ഒന്നിനും കൊള്ളില്ലാത്ത ഒരുത്തനാണ്. അവൻ ഇതിങ്ങനെ വെറുതെ തട്ടുന്നത് ഇങ്ങനെ ശീലാക്കി പിന്നെ ഇവൻ ഭയങ്കര ടേബിൾ ടെന്നീസ് പ്ലെയർ ആയി. പ്രസിഡന്റിനെ വരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവന്റെ ഈ ഒരു കാര്യം, ആർമിയിൽ നിന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവൻ ചെയ്യുന്നത്. ഇറ്റ്സ് ബിക്കം സച്ച് എ സക്സസ്ഫുൾ തിങ്. വലിയ ബ്രില്യന്റ് ഒന്നുമല്ല, ഗ്രേറ്റ് ഐഡിയാസ് ഒന്നുമില്ല. പക്ഷെ ഉള്ള ഐഡിയ കൃത്യമായിട്ട് റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തപ്പോ അദ്ദേഹം സക്സസ്ഫുൾ ആയി. നമ്മൾ ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം. ഇപ്പൊ റീസെന്റ് നിങ്ങൾക്കറിയാം, തൃശ്ശൂര് BJP ആദ്യമായിട്ട് ഒരു സീറ്റ് വാങ്ങി. ജസ്റ്റ് ലുക്ക്, ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം മുമ്പത്തെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. സുരേഷ് ഗോപി അവിടെ വരുന്നു, പുള്ളി പ്രചാരണം നടത്തുന്നു, തൃശ്ശൂർ എനിക്ക് താന്ന് പറയുന്നു. പിന്നെ ആ മനുഷ്യനെ ട്രോളുകളിൽ എന്ന് പറഞ്ഞാല് അമ്മാതിരി ട്രോളായിരുന്നു. ഞാൻ ആരുടെയും രാഷ്ട്രീയം പറയല്ല ഞാൻ പറയുന്നത്, പക്ഷെ യു ജസ്റ്റ് ഇവാലുവേറ്റ് ദാറ്റ് സിറ്റുവേഷൻ. ആളെ ട്രോളി എല്ലാവരും കളിയാക്കും. നമ്മളൊക്കെ കളിയാക്കിയിട്ടുണ്ട്. ആ തൃശ്ശൂർ ഇല്ലാത്തൊരു ഭൂപടം ആൾക്കാർ വരയ്ക്കുന്നു. തൃശ്ശൂർ എടുത്തല്ലോ സുരേഷ് ഗോപി, തൃശ്ശൂർ ഇല്ലാത്തൊരു ഭൂപടം വരുന്നു. ആളുകള് എന്തൊക്കെയാണ് ആൾക്കാർ കാണിച്ചുകൊണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ പുള്ളി ചെയ്തൊരു കാര്യം എന്താണ്, പുള്ളി ആ മണ്ഡലത്തിൽ തന്നെ തുടരുന്നു, അവിടെയുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പതിയെ ഒരു MP ഇലക്ഷൻ വന്ന സമയത്ത് ഹിസ്
വർക്ക്സ് ഹാസ് ഡൺ സംതിങ് എൽസ്. അതല്ലെങ്കിൽ ആ സാഹചര്യം മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു ലീഡിലാണ് അവിടെ. അത്രയും ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലത്ത് ബിഗ്ഗസ്റ്റ് ലീഡ് ഒരു 80,000 അബോ എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ഗ്രേറ്റ് ലീഡ്. അവിടെ എനിക്ക് തോന്നുന്നില്ല അതൊരു രാഷ്ട്രീയം കണ്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്തതാണ്. അവർ ഈ ഇദ്ദേഹത്തിന്റെ പ്രവർത്തനവും ഒപ്പം തന്നെ ഇനിയിപ്പോ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമോ ആഗ്രഹിച്ചിട്ടൊക്കെ ആയിരിക്കാം അവിടെ ഒരു വോട്ട് ചെയ്തത്. പക്ഷെ ആ ഒരു തോൽവിയില്, ഫസ്റ്റത്തെ ഒരു തോൽവിയിൽ അദ്ദേഹം അവിടെ നിർത്തി പോയിരുന്നെങ്കിൽ, അയ്യോ ഇത് നമുക്ക് പറ്റിയ പണിയില്ല, നാണം കിട്ടു, ട്രോളുകളും ആൾക്കാർ ഭയങ്കരമായിട്ട് ടീസ് ചെയ്യുന്നു, ആ ഒരു സിറ്റുവേഷനിൽ നിർത്തി പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴുള്ളൊരു സക്സസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊക്കെ ഒരു തിരിച്ചു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ വി ഡു ദ ബെസ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഗെറ്റിംഗ് റിവാർഡ്. നിങ്ങൾ ജോലി ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ എത്ര പേര് ജോലി ചെയ്യുന്നില്ല? ഇപ്പൊ നമുക്കറിയാം ഇവിടെ ജോലിക്കാരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് എത്ര പേര് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്? കഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? കാര്യം നമ്മൾ ജോലി ചെയ്യുന്ന എന്തിനാണ്? ജോലി ചെയ്യുന്നത് എന്തിനാണ്? ഇഷ്ടപ്പെട്ടിട്ടാണോ? ഇതിനകത്ത് എത്ര പേര് ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നമ്മൾ പലപ്പോഴും ജോലിക്ക് പോകുന്നത് ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാര്യം എന്താണ്? ശമ്പളം കിട്ടുന്നത് എന്തിനാണ്? പിള്ളേരുടെ ഫീസ് കൊടുക്കണം, വീട്ടിൽ അരി വാങ്ങണം, വേറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, ഐഫോൺ പേര് എനിക്ക് അറിഞ്ഞൂടാ, എന്തായാലും നമ്മൾ അവിടെ പോകുന്നു, ജോലി ചെയ്യുന്നു, പൈസ കിട്ടുന്നു. ആ പൈസ കിട്ടി കഴിയുമ്പോഴേക്കും ഉള്ളൊരു ചെറിയ സന്തോഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും സങ്കടമായി. അന്ന് കുറച്ചു പേരുണ്ട് ജോലിയിൽ ശമ്പളം നോക്കാതെ, അല്ലെങ്കിൽ ഈവൻ ശമ്പളം കിട്ടോ കിട്ടില്ല എന്നുള്ളതല്ല, ഞാൻ എന്റെ കാര്യം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യും, ഞാൻ ഇതിലൂടെ ആൾക്കാരെ സെർവ് ചെയ്യും, ഞാൻ ഇതിലൂടെ ചെയ്യും. അവരുടെ ചുറ്റും ഒരു കരീഷ്മ, ഗ്രേസ് ഒക്കെ വരാൻ തുടങ്ങും. അവർക്ക് സക്സസ് വന്നുകൊണ്ടിരിക്കും. അവരെവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഗ്രോത്ത് ഉണ്ടാവും. കാര്യം എന്താണ്? അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. കാര്യം ദേ ആർ നോട്ട് ലുക്കിംഗ് ഫോർ ദ പ്രോഫിറ്റ്, ദേ ആർ ലുക്കിംഗ് ഫോർ ദെയർ വർക്ക്. അപ്പൊ അതില് ഓൾറെഡി ഗാഡ് വിൽ ഗിവ് സം കരീഷ്മ, ഒരു സ്നേഹം, ഇതൊക്കെ മുകളിൽ നിന്ന് ഒരാൾക്ക് നമുക്കൊരു ഗ്രേസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്ത് ജോലി ചെയ്താലും അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ റിസൾട്ടിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരു ഫെയിലിയറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. തോൽവികളല്ല മനുഷ്യന്, തോൽവികൾ നമുക്ക് ലെസൺസ് ആണ്. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് നമ്മൾ അതിനകത്ത് മാസ്റ്റർ ആവും. നമ്മൾ കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കും. ഞാൻ ഇപ്പൊ ഇന്നലെ എന്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള ഒരു കണ്ട ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്. ഞാൻ കോഴിക്കോടായിരുന്നു ഇന്നലെ. അപ്പൊ കോഴിക്കോട് ചെന്നിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ പോലെ ചെയ്തു. എനിക്ക് ഒട്ടുമില്ലാതിരുന്ന ഒരു സ്കില്ലാണ് വീഡിയോ എഡിറ്റിംഗ് സ്കിൽ. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് എന്തെങ്കിലും നമ്മുടെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്, ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ഈ വീഡിയോ എടുക്കുന്ന തന്നെ ഒരു മടി, അതിന് ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് വേറെ ആളെ കൊടുക്കണം. അപ്പൊ ഞാൻ തുടങ്ങി, ജസ്റ്റ് സ്റ്റാർട്ടഡ്. എനിക്ക് ഒന്നും അറിയില്ല, അതിന്റെ ട്യൂട്ടോറിയൽ പഠിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു, ഞാൻ പതുക്കെ അതിനകത്ത് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, കുഴപ്പമില്ല. അപ്പൊ അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആണ്, വീഡിയോയുടെ സൈസ് റെഡിയാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ചെയ്തു, മൂന്നാമത്തെ വീഡിയോ ചെയ്തു. ഇപ്പൊ ഞാൻ ഇന്നലെ ഞങ്ങളൊരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക് കോഴിക്കോട് ITയിൽ. അപ്പൊ അവിടെ ആ പ്രോഗ്രാം പോയ സമയത്ത് അതിന്റെ വീഡിയോ ജസ്റ്റ് ഷൂട്ട് ചെയ്തു. മറ്റേ ഫോട്ടോസ് പിള്ളേരെ എടുത്തു. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വലിയ കളറിങ് ഉണ്ടായില്ല, അതിനെ കളർ ചെയ്തു, കുറച്ചും കൂടെ ഒക്കെ ബ്രൈറ്റൻ ആക്കിയിട്ട് ഞാൻ ഐ ജസ്റ്റ് മെയ്ഡ് എ വീഡിയോ ദാറ്റ് സീംസ് ക്വൈറ്റ് ഗുഡ്. ഞാൻ കോഴിക്കോടിന് മറ്റിങ്ങനെ വല വീശുന്നതൊക്കെ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ റെഡിയാക്കിയ ഒരു വീഡിയോ ചെയ്തു. ഞാൻ പറഞ്ഞ എന്റെ ഒരാഴ്ചത്തെ ഞാൻ അത് കണ്ടിന്യൂസ്, ചിലതൊന്നും എനിക്ക് മനസ്സിലായില്ല എങ്ങനെ ചെയ്യുന്നത്. പക്ഷെ റിപ്പീറ്റഡ്ലി ചെയ്ത് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ടല്ലേ, ഇത് ഇങ്ങനെയാണല്ലേ, ഇതിന്റെ സമയം ഇങ്ങനെയാണല്ലോ സെറ്റ് ചെയ്യുന്നത്. ഐ മെയ്ഡ് എ ഗുഡ് പ്രോഗ്രസ് ഇൻ എ വീഡിയോ എഡിറ്റിംഗ്. അപ്പൊ ഇപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ഞാൻ തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്താലും അത് വേറെ ആളുടെ ഡിപ്പെൻഡൻസ് ഇല്ലാതെ എനിക്ക് ഇനിയും കുറെ പഠിക്കാനുണ്ട്, അതിന്റെ ഫോൺസ് ഇടുന്നതും അതിന്റെ ട്രാൻസിഷൻ കൊടുക്കുന്നതും ഒക്കെ. പക്ഷെ ഞാനൊരു ദിവസം എനിക്ക് ഉറപ്പാണ് ഒരു 15 to 20 minutes ഞാൻ അത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഐ വിൽ ബി എ ഗുഡ് എഡിറ്റർ. നമ്മൾ കുറച്ചും കൂടി നല്ല വീഡിയോസ് ആയിട്ട് ചിലപ്പോൾ എനിക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഞാൻ പോയ ഏതെങ്കിലും, ഇപ്പൊ നമ്മൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതാണ്, അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് നല്ല വീഡിയോസ് ആയിട്ട് ഒരു മൂവി പോലെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് എനിക്ക്. അപ്പം നമ്മൾ എന്ത് കാര്യവും ഇതുപോലെ വലിയ സ്കില്ലൊന്നും വേണമെന്നില്ല, സ്കിൽ ഈസ് വെൽ ഓട്ടോമാറ്റിക്കലി കം. ചെയ്യാനുള്ള ഒരു മനസ്സും പരാജയങ്ങളെ ഭയപ്പെടാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് യു വിൽ സീ എ ഗ്രേറ്റ് റിസൾട്ട്.
അങ്ങനെ റിസൾട്ട്സ് വന്നു കഴിഞ്ഞാൽ യു വിൽ ബി മാസ്റ്റർ ഓൺ ഇറ്റ്. അത് നിങ്ങളുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് ഇപ്പൊ നീ പറഞ്ഞ പോലെ പാട്ടുപാടാനുള്ള ആഗ്രഹമായിരിക്കാം, വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കാം, അതല്ലെങ്കിൽ ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങളായിരിക്കും. എവിടെയൊക്കെ ചാൻസ് കിട്ടിയാലും മാക്സിമം ചെയ്യുക, റിപ്പീറ്റഡ്ലി ചെയ്യുക. ആ നിങ്ങൾ ആ ഷ്രിമ്പൊക്കെ ചെയ്ത് തുറക്കുന്ന സമയത്ത് ആ ഒരു മനോഭാവം നോക്ക്. വെറുതെ കുറെ ക്ലോസറ്റിന്റെ സാധനങ്ങളൊക്കെയാണ് അവർക്ക് ആദ്യം ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോ മറ്റേ ലൂട്ടൻ അദ്ദേഹം പറയുന്നുണ്ട്, എവിടെ നിന്റെ ഗോഡ് എവിടെയാടാ? അയാൾ എപ്പോഴും ദൈവത്തെ കളിയാക്കുന്ന ഒരാളാണ്. നിന്റെ ദൈവം എവിടെ സാധനം എവിടെ? ഒന്നും കാണുന്നില്ലല്ലോ. അപ്പം അത് കാണാതെ ആകുമ്പോൾ അവരെ കളിയാക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. പക്ഷെ വൺ ഡേ സം മാജിക് ഹാപ്പൻസ്. നമ്മൾ നോക്കുമ്പോൾ ദാറ്റ് ഈസ് നോട്ട് എ മാജിക്, അതൊരു ഫെയിലിയർ ആണ്. കാര്യം വലിയൊരു സ്റ്റോം വരുന്നു, എല്ലാം തകരുന്നു. പക്ഷെ ആ സ്റ്റോമിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയോണ്ടാണ് പിന്നീട് അവരുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി, മറ്റേ ആൾ പരിഹസിച്ച പോലെ ഫോർച്യൂൺ എന്ന് പറഞ്ഞ മാഗസിന്റെ ഒക്കെ ഫ്രണ്ടില് ഇവരുടെ രണ്ടുപേരും ഫോട്ടോ വെച്ച് വരണമെങ്കിൽ എത്രത്തോളം വെൽത്ത് അവരുണ്ടാക്കി എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഒരു മാസ്റ്ററിന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എന്റെ ലൈഫ് എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഞാൻ 4 മണിക്കൂർ ഒരു ദിവസം മെഡിറ്റേറ്റ് ചെയ്താൽ ഞാൻ എത്ര നാളുകൊണ്ട് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും? ഡെയിലി 4 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്ത. അപ്പൊ മാസ്റ്റർ പറഞ്ഞു, ഓക്കെ 10 years, 10 വർഷമെങ്കിലും വേണം നീ ഒരു 4 മണിക്കൂർ വെച്ച് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്രാൻസ്ഫോം ആവാൻ. അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, എനിക്ക് ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് വേണം, അപ്പോൾ ഞാനൊരു 8 മണിക്കൂർ ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എത്ര വർഷം എടുക്കും ഒന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ, എന്റെ ജീവിതത്തിൽ ചേഞ്ച് വരാൻ? അപ്പൊ മാസ്റ്റർ തിരിച്ചു പറഞ്ഞത് 20 years എന്നാണ്. പുള്ളിക്ക് സംശയമായി, നിങ്ങൾ എന്തീ പറയുന്നത്? കൂടുതൽ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ കൂടുതൽ വൈകി ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുക? അപ്പൊ മാസ്റ്റർ തിരിച്ചു പറഞ്ഞ ഇതാണ്, ഡു യുവർ ഡ്യൂട്ടി ഫസ്റ്റ്. നിന്റെ ജോലികൾ ചെയ്യാനായിട്ട് നിന്നെ പ്രാപ്തമാക്കുന്നതാണ് മെഡിറ്റേഷൻ. അല്ലാതെ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്തിരുന്ന ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കില്ല. നീ ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യത്തില് നീ കൃത്യമായിട്ട് എല്ലാ ദിവസവും പണിയെടുക്കുക. ആ എടുക്കുന്ന പണി ഒരു ദിവസം നിനക്ക് റിസൾട്ട് വരും. നിന്റെ ഒരു ആഗ്രഹം അതാണെങ്കിൽ അത് മാക്സിമം ചെയ്യുക. അത് ഫ്രീ ആയിട്ടാണെങ്കിലും പെയ്ഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദാറ്റ് വിൽ സ്റ്റാർട്ട് പേയിങ് യു. നമുക്കറിയാം യൂട്യൂബിലൊക്കെ പല ആളുകളൊക്കെ അവരുടെ ഒരു പാഷന്റെ പുറത്ത് അവർക്ക് ആഗ്രഹമാവുന്ന സ്കിൽസും ഒക്കെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കി ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ യൂട്യൂബ് പൈസ കൊടുക്കാൻ തുടങ്ങും. യൂട്യൂബ് പൈസ കൊടുത്തതിന് കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ഇത് കണ്ടിട്ട് ക്ലാസ് എടുക്കാൻ വിളിക്കും, അല്ലെങ്കിൽ അവരുടെ ഒരു ആർട്ട് മേടിക്കാൻ വിളിക്കും. ആൻഡ് ദേ ആർ മേക്കിംഗ് എ ഹ്യൂജ് മണി. പക്ഷെ ഇനീഷ്യൽ ഡേയ്സിൽ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ ഇടുമ്പോൾ തന്നെ ആർക്കും എടുത്തിട്ട് 1000-10,000 ഒന്നും ആരും കൊടുക്കൂല. നിങ്ങൾക്കറിയാം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ ആദ്യത്തെ ഫസ്റ്റ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആ വീഡിയോയ്ക്ക് 5-10 അല്ലെങ്കിൽ 30 ലൈക്സ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. വ്യൂവർഷിപ്പ് ചിലപ്പോൾ ഒരു 1000 താഴെ ആയിരിക്കും ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ, അല്ലെങ്കിൽ 40 വ്യൂസ്, 5 വ്യൂസ് ഒക്കെ ആയിരിക്കും, 50 വ്യൂസ് ഒക്കെ ആയിരിക്കും ഈ ഫസ്റ്റ് വീഡിയോസിലൊക്കെ വരുന്നത്. പക്ഷെ ആ ഒരു പ്രവൃത്തി അവർ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ, റിപ്പീറ്റഡ്ലി ചെയ്യുന്ന സമയത്ത് ദാറ്റ് വിൽ മേക്ക് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ ദെയർ ലൈഫ്. അവർ അതിനകത്ത് മാസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നു, അവര് പുതിയ പുതിയ സ്കിൽസ് കണ്ടെത്താൻ തുടങ്ങുന്നു, അവര് നല്ല രീതിയിലുള്ള കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അവര് ഭയങ്കര സംഭവമായിട്ട് മാറുന്നു. ഈ ചില ആൾക്കാരൊക്കെ ഈ ഇൻസ്റ്റന്റ് സക്സസ്, ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഭയങ്കര വൈറലായ ആൾക്കാരെ പിന്നെ കാണാൻ കിട്ടാറില്ല. ഒരു റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. വളരെ കോമഡിയായിട്ട് ഓരോരുത്തർ വീഡിയോ ഉണ്ട് റിയാക്ഷൻസ് ചെയ്യുന്നത്. 1-2 വീഡിയോയിൽ തന്നെ പുള്ളിയെ 2 million ആൾക്കാരുടെ ഒക്കെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. പക്ഷെ ഇപ്പൊ ആളില്ല. അജിയോ എന്തൊരു അജയോ അങ്ങനെ എന്തൊക്കെ ഒരു പേരിന്റെ പേരില്ല. ഇപ്പം വല്ലപ്പോഴും ചെയ്യുന്നുണ്ട്, പക്ഷെ ഹീസ് നോട്ട് ഗെറ്റിംഗ് ദാറ്റ് മച്ച് വ്യൂസ്. 1-2 സക്സസിലെ പുള്ളി അർജു, വെരി ഗുഡ് അർജു റിയാക്ട്സ് അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട്. അപ്പൊ ആ കഴിഞ്ഞോടുകൂടി പിന്നെ ആ കത്തിക്കല് കഴിഞ്ഞു. പിന്നെ ഇപ്പൊ അത്രയും വലിയൊരു സെൻസേഷൻ ആയിട്ട് പുള്ളി വീഡിയോ ചെയ്യുന്നില്ല. പക്ഷെ ബാക്കി കുറെ പേരുണ്ട്, അവർ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ എന്റെ 4th എഗ്രിമെന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് യു വിൽ ബി വെരി സക്സസ്ഫുൾ സൂൺ. അപ്പം നമ്മൾ 4 എഗ്രിമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. Be impeccable with your word. Don't take it personally. Don't make assumptions and always do your best. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സക്സസ് ഉണ്ടാവും. ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും, ഞാൻ ബാക്കിയുള്ള 3 എഗ്രിമെന്റ് ചെയ്തില്ലെങ്കിൽ പോലും
ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾ ബെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക. അതിന്റെ റിസൾട്ട്സിനെ കുറിച്ച് ചിന്തിക്കാതെ അതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു വിൽ ഫീൽ ദ സക്സസ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. ഔട്ട് ടു യു മുഫീദ. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള ഒരു ടൈമാണ്. ഈ ഒരു 4 എഗ്രിമെന്റ്സ് സർ ഷെയർ ചെയ്തു. പാർട്ട് 4 ആണ് ഇന്ന് പറഞ്ഞത്. അപ്പൊ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 നിങ്ങൾ എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. പറഞ്ഞു. നന്നായിട്ടുണ്ട് കേട്ടോ. 4ാമത്തെ പാർട്ട് കേൾക്കാമല്ലോ അല്ലെ? പറഞ്ഞ് കേൾക്കാമോ? കേൾക്കാം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് പൈസക്ക് അതല്ലെങ്കിൽ ഒരു കാര്യത്തിന് എന്ത് അല്ലാതെ നമ്മൾ ചെയ്യുന്നത് വളരെ കറക്റ്റായിട്ട് ചെയ്യാം, ബാക്കിയുള്ളവർക്ക് പിന്നാലെ വരും എന്നുള്ളതാണ്. അപ്പൊ അത് എല്ലാവരും അങ്ങനെ തന്നെ, ഞാനടക്കം അങ്ങനെ തന്നെയാണ്. ഇന്ന കാര്യം ലഭിക്കാൻ വേണ്ടി ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ജോലി കൃത്യമായി അത് ഫ്രീ ആയിട്ടും ചെയ്യേണ്ടി ചിലപ്പോ, പൈസക്കും ചെയ്യേണ്ടി വരും ചിലപ്പോ. എന്തെങ്കിലും ആ ജോലി കൃത്യമായി ചെയ്താൽ ബാക്കിയുള്ളതൊക്കെ പൈസയോ അല്ലെങ്കിൽ പേരും പ്രശസ്തിയൊക്കെ വരും. പിന്നെ യൂട്യൂബിന്റെ കാര്യം പറഞ്ഞു, യൂട്യൂബിൽ പൊതുവെ പല ആളുകളും റിച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല എന്നുള്ളത് ഒരു സാധാരണ സംഭവമായി മാറി. എല്ലാവരും യൂട്യൂബർമാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യല് പിന്നെ അത് പറഞ്ഞതല്ല, ഫസ്റ്റ് പേയ്മെന്റ് ലഭിക്കുന്നത് വരെ നല്ല സാറായിരിക്കും. ആ പേയ്മെന്റ് ലഭിച്ചാൽ പിന്നെ മൂഡ് ഔട്ട് ആവും. അങ്ങനെയാണുള്ളത്. അപ്പൊ എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക്സ്. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ഇതില് നബീൽ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? നബീൽ സർ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഉണ്ണികൃഷ്ണൻ സർ. നമസ്കാരം. ഓസ്റ്റിൻ സാറിന്റെ ഇന്നത്തെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആയിരുന്നു. രാവിലെ തന്നെ നല്ലൊരു, നമ്മള് ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഒരാള് പറയുമ്പോ കേൾക്കാൻ നല്ല സുഖം. ഈ ഒരേ പ്രാവശ്യം ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ചെയ്യാന്നുള്ളത് ആ കാര്യം ബെറ്റർ ആക്കാൻ വളരെ നല്ലതാണ്. എന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്കറ്റിംഗ് ഫീൽഡിലാണ്. ഫസ്റ്റ് ഒക്കെ നമ്മൾ ക്ലയന്റിനെ കാണാൻ പോകുമ്പോൾ റിജക്ഷൻ, ഇത് വേണ്ട അത് വേണ്ട, അതേ ക്ലയന്റിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ പേഴ്സണലി നല്ല റിലേഷൻഷിപ്പ് എത്തുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. റിജക്ഷൻ പേടിച്ച് നമ്മൾ ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷനോട് പോയി കിട്ടും. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടുന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ അതേപോലെ ഈ യൂട്യൂബിന്റെ കേസും ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന് ഏറ്റവും നല്ലൊരു കേസ് ഈ യൂട്യൂബ് അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെയാണ്. സാറിനിപ്പോ അറിയുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അതേപോലെ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാം കൊണ്ടും ബെറ്ററായി. രാവിലെ തന്നെ നല്ലൊരു ക്ലാസ് കേൾക്കാൻ പറ്റി. താങ്ക്സ്. താങ്ക് യു ബിനീഷ്. താങ്ക്സ്. താങ്ക് യു ബിനീത് സർ. ഉണ്ണികൃഷ്ണൻ സർ. മാജിക് മോർണിംഗ്. സാറേ, എല്ലാ ദിവസത്തെയും പോലെ തന്നെ നല്ല വണ്ടർഫുൾ ഒരു സെക്ഷൻ ആയിരുന്നു ഇന്നും. കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ 4 തോട്ട്സ് എന്താണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ക്ലാസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് 2 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി അത് ഞാൻ എന്തായാലും നോക്കും സാറിന്റെ യൂട്യൂബ് ക്ലാസ് വരുന്ന സമയത്ത്. എന്തായാലും സാർ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഒരു കാര്യം നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ച് അതിന് ആരെങ്കിലും നല്ലൊരു അപ്രിസിയേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതവിടെ ഫ്ലോപ്പ് ആവും. കാരണം അതിലെന്തായാലും ഞാൻ വിജയിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ തന്നെ വന്നോളും. അതിപ്പോ കുട്ടികളുടെ പഠനത്തിന്റെ കാര്യത്തിൽ അവർക്ക് ഒരു പ്രാവശ്യം മാർക്ക് കിട്ടി നമ്മൾ അവരെ നന്നായി വല്ലാതെ അഭിനന്ദിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത എക്സാമിന് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞിരിക്കും. അത് എന്തായാലും ഉള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇതുപോലുള്ള നമുക്ക് അടുത്ത് കിട്ടുന്ന ഈ ഒരു ക്ലാസ് ഉണ്ടല്ലോ, വളരെയധികം ദിവസം എനർജറ്റിക് അപ്പുറം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ക്ലാസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു ഡൗൺ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വരുന്ന സമയത്ത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ട്. അത് ഡെയിലി നമ്മുടെ ഈ മാജിക്കിന്റെ ഈ ക്ലാസ് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു.
താങ്ക് യു പ്രീത മാം. മണി സർ. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. വീണ്ടും നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. സാറ് പറഞ്ഞ ഈ 4 അഗ്രിമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ 4th ഇത് തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓൾവേസ് ഡു യുവർ ബെസ്റ്റ്. അത് നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും നമ്മളെ സക്സസിലേക്ക് നയിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പ്രത്യേകിച്ച് ഈ ഫോറസ്റ്റ് കമ്പിന്റെ ആ ഉദാഹരണവും സാറിന്റെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെതും വളരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഭവമായിട്ടാണ് സാറ് വിശദീകരിച്ചത്. ഏതായാലും വളരെ മനോഹരമായി തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു മണി സർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു മണി സർ. ഓക്കെ, ഇതില് അസീസ് എന്ന് പറഞ്ഞിട്ട്, അബ്ദുൽ അസീസ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഓക്കെ ഇല്ല. ഓക്കെ, സുലേഹ മാം. മാജിക് മോർണിംഗ്. മാജിക് മോർണിംഗ് മാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഞാൻ കുറെ ആയിട്ട് ക്ലാസ്സുകൾ ഇങ്ങനെ മിസ്സായി പോവായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം അപ്പൊ സാറ് പറഞ്ഞ ഇതിൽ നമ്മള് കണ്ടിന്യൂ ആയിട്ട് തുടരുമ്പോഴാണ് അതിലെ ആ എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ ശരിക്കും ആ ഫീലിലുള്ള ആളാണ് ഞാനിപ്പോ. ഇടയ്ക്ക് ഒരു കാര്യം ബ്രേക്ക് വന്നപ്പോ അത് പിന്നെ ആ ട്രാക്കിലേക്ക് എത്താൻ നല്ല ബുദ്ധിമുട്ടിലാണ്. ഇന്നത്തെ ക്ലാസ് ശരിക്കും എഫക്റ്റ് ആയി. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക്സ് മാം. ഓക്കെ, താങ്ക് യു സുലേഹ മാം. ഷാമിനി മാം. മാജിക് മോർണിംഗ് സാർ. മാജിക് മോർണിംഗ് മാം. എപ്പോഴും സാറിന്റെ ക്ലാസ് ഒരു പ്രാക്ടിക്കൽ സെഷൻ പോലെയുള്ളതാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തില് ഒരു മോട്ടിവേഷൻ നമുക്കത് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ ഇന്ന് സാറ് പറഞ്ഞ ആൾവേസ് ഡു യുവർ ബെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ക്ഷമയോടെ കൺസിസ്റ്റന്റോടെ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. പലപ്പോഴും ഞാനും ഡൗൺ ആകാറുണ്ട്, അത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് ഇപ്പോ ഒന്നും കൂടി ആ വഴിയിലൂടെ പേടിക്കാതെ മുന്നോട്ട് പോകാൻ ഒരു മോട്ടിവേഷൻ പോലെ വരുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു ഷാമിനി മാം. ഓക്കെ, അപ്പോൾ ഇനി ആർക്കും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്യാനില്ല എന്ന് കരുതുന്നു. നമുക്ക് ടൈമും ഇനി ബാലൻസ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ വേണ്ടത് നിങ്ങൾക്ക് തന്നെ പറയാം. ഓക്കെ, സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എന്തായാലും നിങ്ങൾ പറ്റുവാണെങ്കിൽ ഈ ഫോറസ്റ്റ് ഗംപ് എന്ന് പറഞ്ഞൊരു മൂവി കാണണം. അതില് കുറച്ചും കൂടി അത് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും വളരെ നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. കാര്യം സ്കില്ലിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഈ പടം എന്തായാലും കാണണം. ഒരു കഴിവും വേണ്ട. ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കണ്ടിന്യൂസ് തോൽവീനൊന്നും എന്താ പറയാ കൺസിഡർ ചെയ്യാതെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി സൂപ്പർ. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തൊരു മൂവിയാണ്. പിന്നെ അതിനകത്ത് കുറച്ചൊരു പ്രശ്നം വെച്ചാല് മക്കളൊക്കെ കൂടി ഇരിക്കുന്ന സമയത്ത് അതിൽ 1-2 ഇന്റിമേറ്റ് സീൻസ് ഉണ്ട്. ഫോറസ്റ്റ് ഗംപും ആ ലേഡി ആയിട്ടൊരു 1-2 ഇന്റിമേറ്റ് സീൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. ഓക്കെ, ഷാജൻ സാർ പറഞ്ഞോളൂ സർ. സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമയമുണ്ടെന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാനാണ്. ഞാൻ ഫസ്റ്റ് വർക്ക് എനിക്ക് ഫർണിച്ചർ വർക്കാണ് വീട്ടില്. ഞാൻ വർക്ക് പഠിക്കാൻ പോണ സമയത്ത് ഒരു 6 മാസം കൊണ്ട് ഞങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് വലിയൊരു ശമ്പളമൊക്കെ കിട്ടുന്നു വിചാരിച്ച് വളരെ ലോയില് നമ്മള് പുറത്തേക്ക് പോവാണ്, വേറെ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് കണ്ടു ഒരു ചെയർ ചെയ്യേണ്ട വർക്ക് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനും എൻ്റെ സുഹൃത്തും എൻ്റെ പാപ്പന്റെ മോനുമാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോ കണ്ടപ്പോ കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ ചെന്ന് ഞങ്ങൾ മെഷീനറിയിലാണ് കൂടുതൽ വർക്കുകൾ ചെയ്തിരുന്നത് അന്ന് ഒരു 6 മാസം പ്രാക്ടീസിന് പോയപ്പോ. അതിനുശേഷം അവിടെ ചെന്നപ്പോ ഒക്കെ കഴിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോ ഞങ്ങൾ കണ്ടപ്പോ സിമ്പിൾ ആയിട്ട് തോന്നിയെങ്കിലും അവിടെ ചെന്നപ്പോ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളൊരു 2-3 ദിവസം എടുത്തിട്ടാണ് ഒരെണ്ണം പണിത്. അങ്ങനെ ഞാൻ കുറേശ്ശെ ഇമ്പ്രൂവ് ആയി അവിടുത്തെ ഏറ്റവും ടോപ്പ് ഒരു 6 ചെയറൊക്കെ പണിയുന്ന ലെവലിൽ ഞാൻ എത്തി. അപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ട് നമ്മൾ വിജയിക്കുകയാണ് അതിൽ. അവിടെ ഇപ്പൊ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇപ്പൊ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ
ഫർണിച്ചർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് അത് അവിടെ. ഉം. അപ്പൊ അവിടെയുള്ളവർക്ക് മാത്രമാണ് അത്രയും കെയർ ചെയ്യാൻ പറ്റുള്ളൂ. പുറമെന്ന് ഒരാൾ കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അവിടെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതൊരു തിയറിക്കലായിട്ടാണ് പോയെങ്കിൽ മാത്രമാണ് കറക്റ്റ് ഇന്ന സമയം ഓരോ സമയത്തിനും ക്രമീകരിച്ച് ചെയ്തെങ്കിൽ മാത്രമാണ് അത്ര പണിയാൻ പറ്റുള്ളൂ. ജോലി വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 6 പണിയാവുന്ന അവിടുത്തെ ഏറ്റവും ടോപ്പ് ലെവലായി. അപ്പൊ അത് ഒരു 6-8 മാസം കൊണ്ട് ഞാൻ എത്തി. പക്ഷേ സാറ് പറഞ്ഞതിന്റെ പോയിന്റ് ഞാൻ എത്തുക എന്നുള്ളതല്ല, അവിടെ എന്റെ കൂടെ വന്ന എന്റെ സുഹൃത്ത് ഒരു 2 ആഴ്ച 1 മാസത്തോളം വർക്ക് ചെയ്തിട്ട് അവനെ കൊണ്ട് പറ്റാതെ അവ ഒഴിഞ്ഞു പോയി. പക്ഷെ അവൻ വീണ്ടും വേറെ സ്ഥലത്ത് പോയി കുറേശ്ശെ അവൻ ചെയ്ത് ഇന്ന് അവൻ ആ ടോപ്പ് ലെവലിലാണ്. അത് ആ വർക്കല്ല, എന്നാലും വർക്കില് ഇന്ന് ടോപ്പ് ലെവലിലാണ് അവൻ. അപ്പോ നമ്മൾ പറഞ്ഞ സ്ഥിരമായിട്ട് ഒരു കഴിവില്ലെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത് അവനറിയായിരുന്നോ ആ ഫീൽഡിൽ മിടുക്കനായിരുന്നോ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ഒരു പാഷനായിട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര അറിവില്ലാത്തവനും നമ്മൾ സ്ഥിരത, അതായത് ഇന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ഏറ്റവും മെയിൻ പോയിന്റ് അതാണ്. ആർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റുന്നതാണ്. ഞാൻ വളരെയധികം ആ ക്ലാസ് വളരെയധികം ആസ്വദിച്ചു. പഴയ ഒരു 18 വയസ്സിലേക്ക് തിരിച്ചുപോയി. വളരെയധികം താങ്ക്സ് ഉണ്ട്. താങ്ക് യു ഷാജിൻ സർ, താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ലിവിങ് എക്സാമ്പിൾസും ലെജൻസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. കാര്യം നമ്മൾ തുടർച്ചയായി ചെയ്യുന്ന ഏതൊരു കാര്യം നമ്മളെ സക്സസ് ആക്കും. വേറെ ആർക്കും ഫീഡ്ബാക്ക് ഇല്ലെങ്കിൽ നമുക്ക് നിർത്തിയാലോ മഫീദ? ഓക്കെ, താങ്ക് യു ഷാജിൻ സർ. അപ്പം ഇനി ആർക്കും ഫീഡ്ബാക്ക് എന്നില്ലാന്ന് കരുതുന്നു. അപ്പം അടുത്ത ക്ലാസ്സിൽ നിങ്ങളുടെ ഇപ്പം ഇത് ഷാജിൻ സർ ഷെയർ ചെയ്ത പോലെ നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ ഒരു ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ പങ്കെടുത്ത എല്ലാ ബിമാജിക് മെമ്പേഴ്സിനും അതുപോലെ തന്നെ ഈ സെഷൻ ഹാൻഡിൽ ചെയ്ത ഓസ്റ്റിൻ സാറിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. Thank you, sir. Thank you all. Thank you so much. Thanks a lot. Thank you, sir.